ഹലോ ലവ്ലീസ്, നമ്മൾ കാത്തിരുന്ന ദ പെൻഡ്രാഗൺ സൈക്കിൾ പരമ്പരയിലെ 4ാം എപ്പിസോഡ് ഇതാ എത്തിയിട്ടുണ്ട്. മെർലിൻ്റെ ഉദയത്തെ കാട്ടുന്ന സീരീസിലെ ഈ അധ്യായത്തിൽ നമ്മൾ ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി മെർലിൻ എന്ന കഥാപാത്രം കേവലം ഒരു മന്ത്രവാദി എന്നതിലുപരി ബ്രിട്ടന്റെ രാഷ്ട്രീയത്തിലും അധികാര കേന്ദ്രങ്ങളിലും എത്രത്തോളം സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് ഈ എപ്പിസോഡ് നമുക്ക് കാണിച്ചു തരുന്നു. രാജാക്കന്മാരുടെ അധികാരവും ആജ്ഞാശക്തിയും ഒത്തുചേരുന്ന ഒരു പുതിയ മെർലിനെയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കൊട്ടും സമയം കളയാതെ ഈ എപ്പിസോഡിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് സാക്സൺ തീരത്തുള്ള ഒരു ഭീകരമായ അന്തരീക്ഷത്തിലാണ്. വോൾട്ടിഗൻ രാജാവ് ബ്രിട്ടന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് സാക്സൺ അധിനിവേശകർക്ക് വിട്ടു നൽകിയ ഭൂമിയിലാണ് ഈ വർഗം വിഹരിക്കുന്നത്. ബാർബറിയൻസുമായി വലിയ വകഭേദമൊന്നുമില്ലാത്ത പ്രാകൃതമായ കൊള്ളയും കാടത്തവും നിറഞ്ഞ നീചസംഘമാണ് ഈ സാക്സൺസ്. അവിടെ ക്രൂരനായ പടത്തലവൻ ഹെങ്കിസ്റ്റും അവിടെ വലിയൊരു തീക്കെട്ടത്തിന് ചുറ്റും തൻ്റെ പടയാളികളുമായി കൂടി വിനോദത്തിന് പോലും കൊന്നു കളിക്കുന്ന ഇവരുടെ അടുത്തേക്ക് എത്തുകയാണ്. അല്ല, പിടിച്ചുകൊണ്ടുവരികയാണ് പാസൻറ്റിനെ, കൊല്ലപ്പെട്ട രാജാവായ വോൾട്ടിഗന്റെ പുത്രനെ. ഇതൊരു രാജകുമാരനാണെന്നൊന്നും അറിയാതെ സാക്സൺസിലെ ഒരുവൻ പതിയിരിക്കുന്നത് കണ്ട് പിടിച്ച് നല്ലോണം ചാമ്പിയിട്ട് സംഘത്തിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹെങ്കിസ്റ്റിനറിയാം ഇവൻ ആരാണെന്ന്. പെട്ടെന്ന് പോയി പിടിച്ചിട്ട് ഇത് വോൾട്ടിഗന്റെ മകനാണെന്നും പാസന്റിനെ കൈകാര്യം ചെയ്തതിന് തക്കതായ ശിക്ഷ നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവിനെ കുറിച്ച് തിരക്കുമ്പോഴാണ് മരണപ്പെട്ടിരിക്കുന്ന വിവരം അറിയുന്നത്. വോൾട്ടിഗൻ തീർന്ന സ്ഥിതിക്ക് അടുത്ത ആവശ്യം മുന്നിൽ വന്നിരിക്കുന്നത് എന്തായാലും വെറുതെ അല്ല എന്ന് ഹെങ്കിസ്റ്റിനെ പിടികിട്ടി ഉദ്ദേശം തിരക്കുന്ന വഴി ഓറേലിയസും ഊതറും കോട്ട പിടിച്ച് അടക്കിയതേക്കുറിച്ചും ഇതുപോലെ ബ്രിട്ടൻ മൊത്തത്തിൽ പിടിച്ചടക്കാൻ നടക്കുകയാണ് അവർ എന്നും പാസന്റ് അറിയിക്കുന്നു. തൻ്റെ അച്ഛൻ ഹെങ്കിസ്റ്റുമായി നടത്തിയ ആ പഴയ രക്തത്തിനു മേലുള്ള പ്രതിജ്ഞയ്ക്ക് പകരമായി നൽകേണ്ട സംരക്ഷണത്തെക്കുറിച്ചും ഹെങ്കിസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്നു. കോൺസ്റ്റൻസിന്റെ മക്കൾ, അതായത് ഊതറും ഓറേലിയസും തന്നെ വേട്ടയാടുകയാണെന്നും തനിക്ക് ഹെങ്കിസ്റ്റിന്റെ സഹായം വേണമെന്നുമാണ് പാസന്റിന്റെ ആവശ്യം. എന്നാൽ ഹെങ്കിസ്റ്റ് ആകട്ടെ പാസന്റ് വിചാരിച്ചാലും വലിയ ചതിയനായിരുന്നു. താൻ നൽകിയ വാക്ക് പാലിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ഹെങ്കിസ്റ്റ് പാസന്റിനെ ആ വലിയ തീക്കുണ്ടത്തിലേക്ക് തൊഴിച്ചു വീഴ്ത്തുന്നു. വേന കൊണ്ട് പൊളയുന്ന പാസന്റിനെ കണ്ട് സഹായിക്കാൻ വരുന്നതിന് പകരം അട്ടഹസിച്ചിരിക്കുന്നവരുടെ കൂട്ടങ്ങൾ. വോൾട്ടിഗന്റെ മകന്റെ അന്ത്യവും അങ്ങനെ ആ തീയിൽ വെന്തുനേറി അവസാനിച്ചു. ഈ ഒരു പ്രവൃത്തിയിലൂടെ ഹെങ്കിസ്റ്റ് ലക്ഷ്യമിടുന്നത് ബ്രിട്ടന്റെ അധികാരം തൻ്റേതാക്കാനാണ്. കോൺസ്റ്റൻസിന്റെ മക്കൾ തിരിച്ചു വന്നെന്ന കാര്യം മനസ്സിലാക്കി ഹെങ്കിസ്റ്റ് വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിനായി തൻ്റെ സൈന്യത്തെ സജ്ജമാക്കാൻ തുടങ്ങുന്നു. അതേസമയം മെർലിനും അവൻ്റെ കൂട്ടാളികളും, അതായത് സഹോദരായ ഊതറും ഒറേലിയസും പാതിരിയായ ഡാഫീതും കൂട്ടാളി പെലിയസും മദവ് കാരിസുമായി ഇപ്പോൾ കണ്ടുമുട്ടി ഒന്നിച്ച് അങ്ങനെ അറ്റ്ലാന്റിയൻ ജനതയുടെ സുരക്ഷിത താവളമായ സമ്മർലാൻഡ്സിലെ കൊട്ടാരത്തിനടുത്തേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ തടാകത്തിൻ്റെ ശാന്തതയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കിങ് അവലാക്കിനെ കാണുകയാണ് കാലങ്ങൾക്ക് ശേഷം. മെർലിനെ കണ്ട മാത്രയിൽ ആ വൃദ്ധനായ രാജാവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്ന് തൻ്റെ പേരക്കുട്ടിയെ വീണ്ടും കാണാൻ കഴിഞ്ഞ ആവേശത്തിൽ അദ്ദേഹം വെള്ളത്തിലേക്ക് എടുത്തു ചാടി മെർലിനെ സ്വീകരിക്കുന്നതൊക്കെ സന്തോഷമുള്ള കാഴ്ചകൾ. അവലോകിപ്പോൾ ശാരീരികമായും മാനസികമായും കൂടുതൽ കരുത്തനാണ്. ടലീസിലൂടെ ഉണ്ടായ യേശുവിന്മേലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് ഇത്രയും മാറ്റിയെന്ന് സംസാരത്തിലൂടെ മനസ്സിലാക്കാം. റിയൂണിയൻ ആഘോഷമാക്കി കൊട്ടാരത്തിൽ വലിയൊരു വിരുന്നൊരുക്കി അരങ്ങേറുന്ന വേളയിലാണ് കോൺസ്റ്റൻസിൻ്റെ മക്കളായ ഊതറിനെയും ഒറേലിയസിനെയും അവലാക്കിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഊതർ അവിടെയും തൻ്റെ പരിക്കൻ സ്വഭാവം മാറ്റുന്നില്ല. എന്നാൽ ഒറേലിയസ് വളരെ മാന്യനായും വിനയത്തോടെയും പെരുമാറുന്നു. മെർലിൻ അവിടെയുള്ളവരോട് തൻ്റെ അടുത്ത നീക്കം വെളിപ്പെടുത്തുകയാണ്. ബ്രിട്ടനിലെ ചിതറിക്കിടക്കുന്ന രാജാക്കന്മാരെ ഒന്നിപ്പിക്കുക. കാരണം സാക്സൺസിനെതിരെ ഉണ്ടാകാൻ പോകുന്ന യുദ്ധം അത്രമേൽ വലുതാണ്. ഈ ദൗത്യത്തിനായി താൻ ഉടൻ യാത്രയാകുമെന്ന് മെർലിൻ അറിയിക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഊതറിനെയും ഒറേലിയസിനെയും സുരക്ഷിതമായി തങ്ങാൻ ഇവിടെ ഇടം കൊടുക്കണമെന്ന കാര്യത്തിൽ അവലോക് വളരെ സന്തോഷപൂർവ്വം ഓക്കെ പറയുന്നു. എന്നാൽ മെർലിനെ തനിച്ചുവിടാൻ ഊതർ തയ്യാറല്ല. താനും കൂടി വരുമെന്ന് നിർബന്ധം പിടിക്കുന്നു. അത് പക്ഷേ നല്ല ബുദ്ധി കൊണ്ടൊന്നുമല്ല. മെർലിൻ സത്യത്തിൽ തങ്ങളെ സഹായിക്കുകയാണോ അത് ചതിക്കുകയാണോ എന്ന സംശയം ഊതറിനുള്ളിൽ ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല ഫസ്റ്റ് മിനിറ്റിൽ തന്നെ അവനെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അവർ ചുരുക്കും. അന്ന് രാത്രി മെർലിൻ തൻ്റെ അമ്മയെ കാരിസിനെ കാണാൻ പോകുന്നു. അമ്മയുടെ മുന്നിലെത്തുമ്പോൾ മെർലിൻ ആ പഴയ ചെറിയ കുട്ടിയെ മറന്നത് നമുക്ക് കാണാം. തൻ്റെ മകൻ ഇത്ര വേഗം വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് കാരിസിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. വർഷങ്ങളായി താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വാൾ, മുൻപൊരിക്കൽ ടെലീസിന് നേരെ വെച്ച് നീട്ടിയ അതേ വാൾ, ദ ഫിഷർ കിങ് സോഡ്, അതവൾ മെർലിന് നൽകുന്നു. ഇത് ബ്രിട്ടൻ്റെ യഥാർത്ഥ ഹൈക്കിംഗ് ഉപയോഗിക്കേണ്ട വാളാണെന്ന് കാരിസ് പറയുമ്പോൾ മെർലിൻ്റെ മറുപടി ആകട്ടെ ഒറേലിയസിൻ്റെ കയ്യിൽ ഒരു വാൾ ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന്. എന്നാൽ കാരിസ് ഉദ്ദേശിച്ച ആ യഥാർത്ഥ ഹൈക്കിംഗ് മെർലിനെ തന്നെയാണ്. കാരണം അവൾ അങ്ങനെയായി തീരുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ ഫിഷർ കിങ് സോഡ് ഉപയോഗിക്കാൻ യോഗ്യൻ മെർലിനാണെന്നും പറഞ്ഞ് അത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ പണ്ട് ടെലീസിന് ഇതിൽ പിടിച്ചപ്പോൾ തോന്നിയ അതേപോലൊരു ഫീലിംഗ് നമ്മൾ വീണ്ടും മെർലിനിൽ കാണുകയാണ്. ആ വാൾ കയ്യിലെടുക്കുന്ന മെർലിന് അനുഭവപ്പെടുന്ന ഒരു ഭീകരമായ ശക്തിയിൽ അവൻ ഏതോ ഘോരമായ യുദ്ധമുഖത്ത് തീവ്രമായി നിൽക്കുന്ന പോലുള്ള വിഷൻസ്. ലോർഡ് ഓഫ് ദ റിങ്സിലെ ആ മോതിരമില്ലേ, അതുപോലെ ഈ വാൾ ഉപയോഗിക്കുന്നവനെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒന്നാണെന്ന് മെർലിൻ തിരിച്ചറിയുന്നു. എനിക്കിത് വേണ്ടമ്മേ എന്ന് പറഞ്ഞ് തിരികെ കാരിസിൻ്റെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിച്ച് പെട്ടിയിൽ തിരിച്ചു വയ്ക്കാൻ പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ ചിന്ത എന്നാൽ തൻ്റെ വിധി ഒരു രാജാവാകാനല്ല, മറിച്ച് ഒരു രാജാവിനെ സൃഷ്ടിക്കാനാണ്. അതവൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്.
പിന്നീട് മെർലിനും അവലാക്കും കുറിച്ച് സ്വകാര്യ നിമിഷങ്ങളിലൂടെ തടാകത്തീരത്ത് നടക്കുമ്പോൾ മെർലിൻ താൻ കടന്നുപോയ ആ നിഗൂഢ ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ ഇനിയും കണ്ടിട്ടില്ലാത്ത ആ പഴയ കാലം. അവിടെ താൻ കണ്ട മോർഗേൻ്റെ സാന്നിധ്യം അവനെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. മോർഗേനെ ഈ ലോകത്തേക്ക് ജനിപ്പിച്ചത് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് അവലോകം സമ്മതിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളിലും എരിയുന്ന തീയിലും താൻ മോർഗേനെ കാണുന്നുണ്ടെന്ന് മെർലിൻ പറയുമ്പോൾ അവലാക്കിൻ്റെ ഉപദേശമാകട്ടെ ദൈവത്തിൽ വിശ്വസിക്കാനും. കാരണം അവൾ എത്രത്തോളം ഹാനികരമാണെന്ന് വ്യക്തമായി അറിയാം. മെർലിനും പെലിയസും ഒപ്പം ഊതറും ചേർന്നങ്ങനെ അവർ ആ ദൗത്യത്തിന് ഇറങ്ങുന്നത് ആദ്യം തന്നെ മെരിഡിയനത്തെ ലക്ഷ്യം വെച്ചാണ്. മെരിഡിയനം നിങ്ങൾ മറന്നതാണല്ലോ അല്ലേ? മെർലിൻ്റെ അത്ഭുതകരമായ ജനനമേ അവിടെ ആയിരുന്നില്ലേ? ഈ യാത്രയിലുടനീളം ഊതർ വളരെ അസ്വസ്ഥനാണ്. മെർലിൻ്റെ ഓരോ നീക്കത്തെയും അവൻ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. കുതിരപ്പുറത്തിട്ട് യാത്ര ചെയ്യുമ്പോഴും ഒരുമിച്ചിരിക്കുമ്പോഴും എല്ലാം. പെലീസിന് ഈ കൃമിയുടെ അത്ര അങ്ങോട്ട് ദഹിക്കാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും തിരിഞ്ഞ മട്ടാണ് എപ്പോഴും. അവർ പരസ്പരം തർക്കിക്കുകയും എന്നാൽ ഒരു കൂട്ടമായി നീങ്ങുകയും ചെയ്യുന്നു. യാത്രയ്ക്കിടയിൽ മെർലിന് വീണ്ടും അലട്ടലുണ്ടാവുകയാണ്. മുന്നേ നമ്മൾ കണ്ടത് ഒരു ലേഡിയുടെ വിഷനാണെങ്കിൽ ഇത്തവണ അതേ ലേഡിയുടെ ചില ശബ്ദവീചികൾ. കാടിനുള്ളിൽ നിന്ന് ആരോ രഹസ്യമായി മന്ത്രിക്കുന്ന പോലെ അവന് തോന്നുകയാണ്. ഈ മന്ത്രശബ്ദം കേട്ട് അവൻ സ്വബോധം നഷ്ടപ്പെട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങുന്നു. എന്നാൽ കൃത്യസമയത്ത് പെലീസ് ഇടപെട്ടവനെ തടയുമ്പോൾ മെർലിൻ്റെ മനസ്സ് ഇപ്പോഴും പൂർണ്ണമായും സുരക്ഷിതമല്ലെന്നും ഭൂതകാലത്തിലെ മുറിവുകൾ അവൻ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടെന്നും ഇവിടെ വ്യക്തമാകുന്നു. അങ്ങനെ അവർ പഴയ റോമൻ കോട്ടയായിരുന്ന മെരിഡിയനത്തിൽ എത്തിച്ചേരുന്നു. മുൻപ് ടാലീസൻ പാട്ടുപാടിയ ആ വലിയ ഹോൾ ഇപ്പോഴും അവിടെയുണ്ട്. രാജാവ് പെൻഡാരൻ ആദ്യമേ കയർത്തതും പിന്നീട് നെഞ്ചോറ് ചേർത്ത് പിടിച്ചതുമെല്ലാം ഇവിടെ വെച്ചായിരുന്നു. നിലവിലെ സാഹചര്യം നോക്കിയാൽ അവിടുത്തെ ഭരണം ഇപ്പോൾ പെൻഡാരൻ്റെ അനന്തരവനായ ടെഡ്രിക് രാജാവിൻ്റെ കയ്യിലാണ്. മെർലിൻ വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ആ പ്രദേശം മുഴുവൻ ഒരു വലിയ ആഘോഷത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച മെർലിനെ അവിടുത്തെ രാജ്ഞി അത്ഭുതകരമായ രീതിയിലാണ് സ്വീകരിക്കുന്നത്. അതും ഒരു രാജാവെന്ന പോലെ തന്നെ. അവിടുത്തെ പരമ്പരാഗതമായ വസ്ത്രങ്ങൾ ധരിച്ച ആ രാജ്ഞി മെർലിനെ ഉള്ളിലേക്ക് ക്ഷണിച്ച് ഇരിക്കാനായി നൽകുന്നതോ ടെഡ്രിക് രാജാവിൻ്റെ സിംഹാസനവും. ഈ വേളയിൽ മെർലിൻ വന്നതിൻ്റെ ഉദ്ദേശം, അതായത് ഒറേലീസിനൊപ്പം ചേർന്ന് സാക്സൻസിനെ കീഴ്പ്പെടുത്താനായി കൂടെ നിൽക്കുക എന്ന ആവശ്യം അവിടെ ഉന്നയിക്കുന്നെങ്കിലും നിലവിൽ രാജാവ് ടെഡ്രിക്കിന് അത് വിമിഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒറേലിയസ് വോൾട്ടേനെ വധിച്ച് ഹൈക്കിങ്ങായി മാറിയ വിവരം അറിയിക്കുന്നതോടൊപ്പം നമ്മൾ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന മേറികിനെ കാണുവാണ്. ടെഡ്രിക്കിൻ്റെ മകനാണ് മേറിക്, അതായത് അടുത്ത കിരീടാവകാശി. സേനാധിപനായി ഇപ്പോൾ നിലയുറപ്പിച്ചുള്ള മേറികിന് മെർലിനെ വീണ്ടും പെട്ടെന്ന് കാണുന്നതിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടെങ്കിലും സാക്സൻസിനെതിരെ പോരാടാൻ മെരിഡിയനത്തിലെ പോരാളികളെ വിടാൻ കഴിയുമെന്നറിയിക്കുന്നു. പക്ഷേ രാജാവിന് പൊതുസദസ്സിൽ പറയാൻ പ്രയാസമുള്ള ഒരു കാരണത്താൽ അതിനോട് എതിർപ്പാണ്. നാളെ സംസാരം തുടരാമെന്നങ്ങനെ അവർക്ക് താമസ സൗകര്യം ഒരുക്കുമ്പോൾ മെർലിന് വിശ്രമിക്കാൻ നൽകിയതാകട്ടെ രാജാവിൻ്റെ സ്വന്തം അറിയും. ഇതെല്ലാം കണ്ടും കേട്ടും ഊതറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ബ്രിട്ടൻ്റെ ഭാവി രാജാവായ ഒറേലീസിൻ്റെ പ്രതിനിധിയായി വന്ന ഈ മെർലിൻ എങ്ങനെ ഇവിടെ രാജാവാക്കും എന്നവൻ ചോദിക്കുന്നു. മെർലിൻ സത്യത്തിൽ മെരിഡിയനത്തിലെ രാജാവാണെന്നും അവിടുത്തെ ജനങ്ങൾ അവനെ ഇപ്പോഴും തങ്ങളുടെ ഭരണാധികാരിയായിട്ടാണ് കാണുന്നതെന്നും പെലീസിലൂടെ അറിയുന്നതും ഒരു അതിശയമാണ്. ഒറേലീസിനെ മുൻനിർത്തി മെർലിൻ സ്വന്തം അധികാരം സ്ഥാപിക്കാൻ നോക്കുകയാണെന്ന സംശയം ശക്തമായി നിൽക്കെ അടുത്ത ദിവസം രാവിലെ ടെഡ്രിക് രാജാവ് മെർലിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാനായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഊതർ കൂടെ ഉണ്ടായാൽ സംസാരം വഴിമാറുമെന്ന് അറിയുന്ന മെർലിൻ ഊതറിനെ പ്രശ്നത്തിലൊന്നും കൊണ്ട് ചാടിക്കാതെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് പെലീസിനെ ചുമതലപ്പെടുത്തി പോകുമ്പോൾ ഇത് ഊതറിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. അവൻ നേരെ പോകുന്നത് അവിടുത്തെ ഒരു സാധാരണ മദ്യശാലയിലേക്കാണ്. അവിടെ വെച്ച് അവൻ ടെഡ്രിക് രാജാവിൻ്റെ മകനായ മേറികിനെ വീണ്ടും കണ്ടുമുട്ടുന്നു. പടയാളികളുമായി പരിശീലനം നടത്തുന്നതിന് പകരം മദ്യപിച്ച് നടക്കുകയാണോ എന്ന് ചോദിച്ച് ഊതർ അവരെ കളിയാക്കുമ്പോൾ എന്നാൽ തങ്ങൾ ഭീരുക്കളല്ലെന്നും അയൽഗോത്രമായ ബെൽഗെ തങ്ങളുടെ ധാന്യങ്ങളും കന്നുകാലികളും മോഷ്ടിക്കുമ്പോൾ ടെഡ്രിക് രാജാവ് ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയാണെന്നും മേറി കുറ്റപ്പെടുത്തി പറയുന്നു. സാക്സണുകളെ പേടിച്ചാണ് ടെഡ്രിക് ഈ പിൻവാങ്ങൽ നടത്തുന്നത്. ഇതേസമയം കൊട്ടാരത്തിൽ മെർലിനോട് ടെഡ്രിക് സംസാരിക്കുന്നതും ഇതേക്കുറിച്ച് തന്നെയാണ്. അദ്ദേഹത്തിന് ഭയമാണ്. കാരണം ഒരു വലിയ പോരാട്ടത്തിന് തങ്ങളുടെ സൈന്യം വളരെ ചെറുതാണ്. മാത്രമല്ല ബെൽഗേലി സൈന്യം തങ്ങളുടേതിനേക്കാളും ഇരട്ടിയിലധികമുണ്ട്. തൻ്റെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും അവരുടെ ചെയ്തികൾക്കെതിരായി ഒരു ആക്രമണത്തിന് മുതിരാൻ ടെഡ്രിക് രാജാവ് ഭയപ്പെടുന്നു. മേറിക് ഇന്നേരം ഊതറിനോടായി മെർലിൻ്റെ മേലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെന്നാൽ കാലങ്ങൾക്ക് ശേഷം വീണ്ടും മെരിഡിയനത്തിൽ എത്തിയിട്ടുള്ളത് വെറുതെയല്ല, സിംഹാസനം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല, ശക്തമായി കഴിയുന്നത്ര പോരാടും എന്ന് പറയുന്നത് കേട്ട് ഊതർ അത്ഭുതപ്പെടുന്നത് മെർലിനൊരൊറ്റ ആളല്ലേ, അതോ അവനെ എതിർക്കണമെങ്കിൽ തന്നെ ഇത്രയേറെ ആശങ്ക എന്തിന്? ഈ വാക്ക് കേട്ട് പരിഹാസത്തോടുള്ള ചിരിയിൽ മേറിക് ഊതറിനെ കൊണ്ട് നിർത്തുന്നത് കൊട്ടാരത്തിലെ ഒരു പഴയ പെയിൻറ്റിങ്ങിന് മുന്നിലും. ഒരു അറ്റ്ലാന്റിയൻ ഫെയറി വുമൺ വരച്ച ആ ചിത്രം മെർലിൻ്റേതായിരുന്നു. പണ്ട് ഈ കോട്ടയ്ക്കുള്ളിൽ വെച്ച് മെർലിൻ ഒറ്റയ്ക്ക് 70 പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതത്ര വലിയ കാര്യമായി തോന്നുന്നില്ലെങ്കിൽ ഗോത്തോയിൽ വെച്ച്, ഗോത്തോ മറ്റൊരു പ്രദേശമാണ്, അവിടെ വെച്ച് മെർലിൻ കൊന്നത് 500 പേരെയാണ്. അവനൊരു മനുഷ്യനല്ല, മറ്റെന്തോ ജന്മമാണെന്ന് മേറിക് നിന്ന് പറയുന്നത് ഊതറിന് വിശ്വസിക്കാനും വയ്യ, അത് അംഗീകരിക്കുന്നുമില്ല.
മനസ്സു ചഞ്ചലമാവുന്നതോടെ മെർലിൻ വീണ്ടും രാജാവാകാൻ വന്നാൽ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് ഊതറും മേറിയും ചേർന്ന് മെർലിനെതിരെ ഒരു നീക്കം നടത്താൻ തീരുമാനിക്കുന്നു, അവനെ കൊല്ലാൻ. എന്നാൽ ഈ സംസാരങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട് പെലിയസ് അവിടെ പ്രത്യക്ഷപ്പെടുന്നതോടെ പിന്നെ അവിടെ വൻ പോരാട്ടമുണ്ടാവുകയാണ്. മേറികിനെയും ഊതറിനെയും പിന്തിരിപ്പിക്കാനുള്ള അവൻ്റെ കഠിന ശ്രമം. മേറികിനെ നിഷ്പ്രയാസം വീഴ്ത്തി ഊതറുമൊത്തുള്ള പൊരിഞ്ഞ സംഘടനത്തിൽ പെലിയസിനെ തളർത്താൻ ശ്രമിക്കുന്നതിലും മെർലിൻ്റെ മേലുള്ള സ്നേഹത്തിൽ അവൻ ശക്തമായി തന്നെ ചെറുത്തു നിൽക്കുന്നു. ഒട്ടും സമയം കളയാതെ കുതിരമാറി മെർലിനെ വകവരുത്താൻ കൊട്ടാരമുറ്റത്തേക്ക് എത്തുന്നതും പെട്ടെന്ന് അവൻ സ്റ്റക്കാവുകയാണ്. എന്തു പറ്റിയെന്ന് മനസ്സിലാക്കി നിൽക്കുമ്പോൾ അത് മെർലിൻ്റെ ശക്തിയാണ്. അവൻ കൈയൊന്നനക്കി ഊതറിനെ നിർത്തിക്കുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതോ ടെഡ്രിക് രാജാവ് തൻ്റെ രാജാധികാരത്തിൻ്റെ അടയാളമായ ടോർക്ക് മെർലിന് മുൻപിൽ സമർപ്പിക്കുന്നു. മെർലിനാകട്ടെ മുൻപ് തൻ്റെ പിതാവ് ടെലിയസൻ ചെയ്ത പോലെ തന്നെ അത് നിരസിക്കുകയാണ്. എനിക്കധികാരം വേണ്ട, പക്ഷേ നിങ്ങൾ ഒറേലീസിനെ ഹൈക്കിങ്ങായി അംഗീകരിക്കണം എന്നാവശ്യപ്പെടുന്നു. സാക്സണുകളെയും ബെൽഗിയ ഗോത്രത്തിൻ്റെ ഈ ചെയ്തികളെയും നേരിടാൻ എല്ലാവരും ഒന്നിക്കണമെന്ന മെർലിൻ്റെ ആവശ്യം ടെഡ്രിക് അംഗീകരിക്കുന്നതോടെ ഇതെല്ലാം കണ്ട് ഊതറുടെ സ്തബ്ധനായി നിൽക്കുകയാണ്. മെർലിൻ ചെലുത്തിയ ശക്തി മാറ്റുന്നതും ഊതർ സാധാരണഗതിയിലെത്തി നിൽക്കെ അവന് ചിന്തിച്ചു കൂട്ടിയ മൂഢത്തങ്ങളെക്കുറിച്ച് ബോധ്യമാവുകയാണ്. നമ്മൾ ബ്രിട്ടൻ്റെ വഴക്കറ്റത്തുള്ള ദ ഓർക്കേഡ്സ് എന്ന ദ്വീപ് സമുച്ചയത്തിലേക്ക് പോവുകയാണ് ഇനി. കാരണം അവിടെ ഒരു കൊടിയ ആപത്ത് വാഴുന്നുണ്ട്. ഭയത്തിൻ്റെ ദ്വീപുകൾ, ഐലൻഡ് ഓഫ് ഫിയർ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം മഞ്ഞ് മിരട്ട് നിറഞ്ഞതാണ്. അവിടെ ഒരു കൊച്ചു ബാലൻ കള്ളത്തീരത്ത് കാണുന്ന ഒരു ഞണ്ടുമായി കളിക്കുന്നത് നമ്മൾ കാണുമ്പോൾ യൂറിയോൺ എന്നാണ് അവൻ്റെ പേര്. അവൻ ഓട്ടിസം ബാധിച്ച ലക്ഷണങ്ങളുണ്ട്. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ആ കുട്ടി ആരുടെ മകനാണെന്നോ? മോർഗെയിൻ്റെ. ടലിയസിനെ വകവരുത്തിയ ക്യാരിസിൻ്റെ അനുജത്തിയും ദുർമന്ത്രവാദിനിയുമായ ആ വില്ലത്തിയായ മോർഗെയിൻ്റെ മകൻ. മോർഗെയിൻ്റെ ജീവിതം ഇപ്പോൾ അത്ര സുഖകരമല്ല. പ്രായമായ ലോത്ത് രാജാവിൻ്റെ പത്നിയായി അവൾ ആ ഒറ്റപ്പെട്ട ദ്വീപിൽ കഴിയുകയാണ്. എന്നാൽ അവളുടെ കയ്യിൽ പണ്ട് അറ്റ്ലാന്റിസിൽ നിന്നും കൈക്കലാക്കിയ ലിയാഫെയിൽ എന്ന ആ ഒരു മാന്ത്രികക്കല്ലുണ്ട്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു സിംഹക്കണ്ണാടി പോലെയുള്ള അത് നമ്മൾ മുന്നേ കണ്ടിരുന്നില്ലേ? ലോത്ത് രാജാവിനും അവൻ്റെ മകനായ ലോട്ടിനും മുന്നിൽ മോർഗെയിൻ ഒരു പ്രവചനം നടത്തുന്നു. ബ്രിട്ടൻ്റെ ഭാവി ഇനി സാക്സണുകളുടേതാണ്. വോൾട്ടിഗൻ മരിച്ചതോടെ ബ്രിട്ടൻ അനാഥമായെന്നും സാക്സണുകളെ സ്വീകരിക്കുന്നതാണ് ബുദ്ധിയെന്നും അവളെ അവരെ വിശ്വസിപ്പിക്കുന്നു. ലോട്ടും മോർഗെയിനും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. സ്വന്തം മൂത്ത മകനോട് കാണിക്കേണ്ട വാത്സല്യത്തിന് പകരം വശീകരണത്തിൻ്റെ ഒരു രീതിയാണ് അവൾ പ്രയോഗിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം, ക്യാരിസിന് മെർലിൻ എന്നൊരു മകൻ മാത്രമുള്ളപ്പോൾ തനിക്ക് 2 ആൺമക്കളുണ്ടെന്ന് കാണിച്ച്, അതേത് ലോട്ടും യൂറിയോനും ഉള്ളതുകൊണ്ട് സഹോദരിയേക്കാൾ താൻ മികച്ചവളാണെന്ന് വരുത്താൻ മോർഗെയിൻ ശ്രമിക്കുന്നു. അവൾ സത്യത്തിൽ സാക്സൺ തലവൻ ഹെങ്കിസ്റ്റുമായി എന്തോ രഹസ്യബന്ധവും ഡീലിങ്ങും ഉണ്ട്. തിരികെ സമ്മർലാൻഡ്സിലേക്കൊന്ന് പോയാൽ ക്യാരിസ് തൻ്റെ പിതാവായ അവലാക് രാജാവിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ്. കാരണം സാക്സണുകൾ ബ്രിട്ടൻ്റെ കിഴക്കൻ പ്രദേശത്തുള്ള ഉൾഗ്രാമങ്ങളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമവാസികൾ മുറിവേറ്റും വീട് നഷ്ടപ്പെട്ടും ക്യാരിസിനടുക്കൽ അഭയം തേടുന്നു. ഇതെല്ലാം കണ്ടറിഞ്ഞ് രോഷാകുലനായിരുന്ന ഒറേലിയസ് തനിയെ യുദ്ധത്തിന് പുറപ്പെടുന്നു. തൻ്റെ ജനത കൊല്ലപ്പെടുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ അവലാക് രാജാവ് ഉറച്ച തീരുമാനത്തിലാണ്. തൻ്റെ അറ്റ്ലാന്റിയൻ പടകളെ അദ്ദേഹം ഇനി യുദ്ധത്തിന് വിടില്ല. തങ്ങൾ ഇതിനകം തന്നെ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടു കഴിഞ്ഞെന്നും ഇനി ചോറ് ചെയ്താൻ വയ്യെന്നും അദ്ദേഹം പറയുമ്പോൾ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. അറ്റ്ലാന്റിയൻ സമ്മർലാൻഡ്സിലേക്ക് എത്തിയതിനു ശേഷം ഒരു ശാപമെന്നോണം അവിടെ പിന്നീട് ജനനമൊന്നും നടന്നിട്ടില്ല. ഉള്ള ജനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നതല്ലാതെ. ഒരു കാര്യം നോക്കിയാൽ ക്യാരിസും മോർഗനും ഗർഭം ധരിച്ചതും സമ്മർലാൻഡ്സിൻ്റെ പുറത്തായിരുന്നല്ലോ. ഒറേലിയസ് ഉറച്ച തീരുമാനത്തിൽ കുതിരപ്പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ തടയാൻ ക്യാരിസിന് കഴിയുന്നില്ല. പടയാളികളെ അയക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ തനിക്ക് കാവലായി പടയാളികൾക്ക് വരാൻ കഴിയുമെന്ന് പറഞ്ഞ് ക്യാരിസും കുറച്ചു പേരെ കൂട്ടി ഒറേലിയസിന് സേഫ്റ്റിക്കായി ഒപ്പം പോകുന്നു. അവിടെ ഒരു ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സാക്സണുകൾ കൊള്ളയും കൊലയും നടത്തുകയാണ്. ക്യാരിസിനും സംഘത്തിനും അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു യുദ്ധം എങ്ങനെയും ഒഴിവാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറേലിയസ് ആകട്ടെ ആവേശത്തോടെ തൻ്റെ വിശിഷ്ട വാൾ വീശിക്കൊണ്ട് സാക്സണുകൾക്കിടയിലേക്ക് ചാടി വീഴുന്നു. എന്നാൽ ആ ആവേശം അധിക നേരം നീണ്ടു നിൽക്കുന്നില്ല. പടുകൂറ്റനായ ഒരു സാക്സൺ വീരൻ ഒറേലിയസിനെ നേരിടുന്നു. അവൻ ഒറ്റവെട്ടിന് ഒറേലിയസിൻ്റെ കുതിരയുടെ കാലുകൾ അറ്റു വീഴ്ത്തുന്ന കാഴ്ച. നിലത്ത് വീണ ഒറേലിയസിന് നേരെ അവൻ കോടാലി ഓങ്ങുമ്പോൾ പെട്ടെന്ന് മേലേക്ക് ഒരു അമ്പും തറയ്ക്കുകയാണ്. ഹൈക്കിങ്ങിൻ്റെ രക്ഷയ്ക്കായി വേറെ വഴിയില്ലാതെ ക്യാരിസ് ദൂരെ നിന്ന് എഴുതുകയാണ്. ഒരമ്പ് കൊണ്ടൊക്കെ അവനെ വീഴ്ത്താൻ കഴിയില്ലെങ്കിലും അറ്റ്ലാന്റിയൻ പടയാളികൾ തങ്ങളെ വളഞ്ഞുവെന്ന് മനസ്സിലാക്കിയ സാക്സണുകൾ അവിടുന്ന് പിൻവാങ്ങുന്നു. ഒറേലിയസിനെ അവൾ രക്ഷപ്പെടുത്തിയെങ്കിലും രാജാവിൻ്റെ അനുവാദമില്ലാതെ യുദ്ധത്തിൽ ഇടപെട്ടതിന് ഇനി അവലാക് തങ്ങളെ നാട് കടത്തുമോ എന്ന പേടി ക്യാരിസ് പ്രകടിപ്പിക്കുന്നു. പോരാത്തതിന് ഇപ്പോൾ നടന്നതിൻ്റെ ഒരു തിരിച്ചടി സാക്സൺസിൽ നിന്ന് ഇനി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. മെറിഡിനം കിങ് ടെഡ്രിക് ഒറേലിയസിനൊപ്പം നിൽക്കാമെന്ന് മെർലിനോട് വാക്ക് നൽകി. പക്ഷേ ബെൽഗിയ ഗോത്രം ഇങ്ങനെ മോഷണം തുടർന്നുകൊണ്ടിരുന്നാൽ അത് പറ്റില്ല. മെർലിൻ പെലാസിയനും ഊതറിനുമൊപ്പം രാജാവ് ടെഡ്രിക്കും മകൻ മേറിയും അവിടെയുള്ള ഒരു പടയുമായി ബെൽഗിയയിലേക്ക് യാത്ര തിരിക്കുന്നു. മോർകാൻറ്റ് എന്ന രാജാവിൻ്റെ കോട്ടയാണത്.
വളരെ അഹങ്കാരിയായ രാജാവാണ് മോർക്കാൻറ്റ്. കവാടത്തിനടുത്തെത്തി മോർക്കാൻറ്റിനോട് സംസാരിക്കണമെന്നും മോഷ്ടിച്ചെല്ലാം തിരികെ വേണമെന്നും സംസാരിച്ചൊടുക്കം അത് അവസാനിക്കുന്നത് യുദ്ധത്തിലേക്കാണ്. ഇരുവശത്തു നിന്നും പടയാളികൾ ആയുധവുമായി നേർക്കുനേർ വരുന്നു. കോരിച്ചെറിയുന്ന മഴയിൽ നിന്ന് ആ യുദ്ധക്കളത്തിൽ എല്ലാവരും തമ്മിൽ തല്ലാൻ തുടങ്ങുമ്പോൾ മെർലിൻ വളരെ ശാന്തനായി മുന്നോട്ട് നടന്നുവന്ന് ആ കലഹത്തിൻ്റെ ദേഷ്യത്തിൽ ശബ്ദമേർത്തിയ ഒരൊറ്റ വിളിക്കുകയാണ്. ഒരു മാന്ത്രികനെ പോലെയല്ല, മറിച്ച് പ്രകൃതിയെപ്പോലെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തെ പോലെയാണ് അവിടെ അവൻ കാണപ്പെട്ടത്. മോർക്കാൻ്റെ നാവരൊച്ചയിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പോലും അന്തരീക്ഷത്തിൽ നിന്നലിഞ്ഞ് അവിടെ വെളിച്ചം വരുന്നു. പടയാളികളെല്ലാം ശില പോലെ അന്തിച്ചങ്ങനെ നിന്ന് പോകുമ്പോൾ ഇനിയെന്താ? മെർലിൻ മോർക്കാനടുത്തേക്ക് എത്തി സംസാരിക്കുകയാണ്. നിങ്ങൾ ഇരുവരും ഇപ്പോൾ തമ്മിൽ തല്ലുകയാണെങ്കിൽ സാക്സണുകൾ ഒരുമ്പെട്ടെത്തുമ്പോൾ നിങ്ങളെ ആര് രക്ഷിക്കാനാണ്? ഈ ചോദ്യങ്ങൾക്കൊന്നും കുലുങ്ങാണ്ടിരിക്കുന്ന മോർക്കനോടായി നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്തെന്നാൽ ഊദർ തൻ്റെ കൂടെ ഉണ്ടെന്നും അവനെ തൊട്ടാൽ ഒറേലിസിൻ്റെ സൈന്യം മോർക്കനെ ചാരമാക്കും. സ്വന്തം പിതാവിനെ കൊന്നതിൻ്റെ പ്രതികാരത്തിൽ രാജാവ് വരുന്ന വോൾട്ടിഗനെ ചുട്ടുവന്ന ഒറേലിസിൻ്റെ ചരിത്രം മുറിപ്പിച്ച് ബെൽഗിയെ തകർക്കാൻ ഒരു മടിയും കാണിക്കില്ലെന്ന സംസാരത്തിൽ മോർക്കൻ്റെ ഒടുവിൽ മെർലിന് മുന്നിൽ വഴങ്ങുന്നു. അങ്ങനെ 3 ചെറിയ രാജാക്കന്മാരെ കൂടി തൻ്റെ പക്ഷത്തെത്തിച്ച് മെർലിൻ തൻ്റെ രാഷ്ട്രീയ ബുദ്ധി തെളിയിക്കുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നത് വീണ്ടും മോർഗേറ്റ്സിലെ മോർഗെയിൻ്റെ അറയിലാണ്. രാത്രിയിൽ ഒരു കാര്യം അറിയിക്കാമെന്ന് ലോട്ട് നോക്കുമ്പോൾ മോർഗെയിൻ അതിഭീകരമായൊരു കർമ്മം ചെയ്യുകയാണ്. രക്തം കൊണ്ടുള്ള മന്ത്രവാദം. മൃഗങ്ങളുടെ ചോര ഉപയോഗിച്ച് അവൾ പഴയ നിഗൂഢ ശക്തികളെ ഉണർത്തുന്നു. അവിടെ ലോട്ട് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുവാണ്. ഇരുട്ടിൽ നിന്നും പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭീകരരൂപം, കൊമ്പുകളുള്ള ദൈവമായ കർണൂസോസ്. നമ്മൾ മുമ്പ് ടലിയസിൻ്റെ കണ്ണിൽ ദൃശ്യമായതായി കണ്ട അതേ ദൈവം. മോർഗെയിൻ വീണ്ടും രക്തരൂക്ഷിതമായ ആചാരങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ലോട്ട് അവിടേക്ക് എത്തിയത് സാക്സൺ തലവനായ ഹെങ്കിസിനടുത്തേക്ക് ചെന്ന് ഒരു സംസാരത്തിന് പോകുന്നതിനെക്കുറിച്ചുള്ള തീരുമാനം അറിയിക്കുകയാണ്. ഇതറിഞ്ഞ അവൾ ഹെങ്കിസിന് നൽകാനായി ലോട്ടിൻ്റെ കയ്യിൽ ഒരു മാന്ത്രിക സമ്മാനം കൊടുത്തുവിടുന്നു. നാടിൻ്റെ ഭാവി സാക്സണുകളുടെ കയ്യിലാണെന്ന് അവൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് ലോട്ടിനെ ചുംബിച്ചുകൊണ്ട് യാത്രയാക്കുന്നതിന് പിന്നിലെ മാരകമായ കുബുദ്ധി നമ്മൾ മനസ്സിലാക്കുകയാണ്. മോർഗെയിൻ തൻ്റെ ഭർത്താവിൻ്റെ സിംഹാസനത്തിൽ അത്യന്തം ഗർവോടെ ഇരിക്കുമ്പോൾ മനസ്സുകൊണ്ടവൾ ബ്രിട്ടനെ സാക്സണുകൾക്ക് ഒറ്റുകൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ എപ്പിസോഡ് നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. കാരിസ് തൻ്റെ വിശ്വാസത്തിലൂടെയും കരുണയിലൂടെയും മുറിവേറ്റവരെ സുഖപ്പെടുത്തുമ്പോൾ മോർഗെയിൻ അവളുടെ പകയും മന്ത്രവാദവും ഉപയോഗിച്ച് ബ്രിട്ടനെ നശിപ്പിക്കാൻ നോക്കുന്നു. മെർലിൻ ഇതിനിടയിൽ ഒരു പാലമായി നിന്ന് ചിതറിക്കിടക്കുന്ന രാജ്യത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനിയുള്ള ഉജ്ജ്വല കാഴ്ചകളും മെർലിൻ്റെ കഴിഞ്ഞ കാലവുമായി ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് ഉടൻ തന്നെ കടക്കാം. അപ്പോൾ ഒരു മോൺസ്റ്റർ വേഴ്സിലെ ഒരു മോൺസ്റ്റർ എപ്പിസോഡുമായി വീണ്ടും കാണാം. മൈ ഡിയർ ലവ്ലീസ്, ടേക്ക് കെയർ.